വീട്ടിലേക്ക് ചെറുമീനേ വാങ്ങും. എൻ്റെ വീട്ടിലേക്ക് ചെറുമീനേ വാങ്ങും. ഞാൻ വലിയ കഷ്ണമീൻ വാങ്ങാറില്ല. എന്തുകൊണ്ട്? കഷ്ണമീൻ ഒരു പല കാരണങ്ങൾ കൊണ്ട്. എന്തുകൊണ്ട് എന്നാൽ അതിലെന്തൊക്കെ കെമിക്കലാണ് ഉപയോഗിച്ച് നമുക്കറിയില്ല. അതങ്ങനെ കിട്ടിക്കിടക്കും. ഒന്ന് വില കുറവ്, രണ്ട് പടച്ചതമ്പുരാൻ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വൈറ്റമിൻസ് നിറച്ച സാധനമാണത്. വില കുറഞ്ഞ സാധനത്തിന് ആരോഗ്യം ഉണ്ടാകുക, വില കൂടിയ സാധനത്തിന് ആരോഗ്യം ഉണ്ടാവില്ല. പുലിമയും അഹങ്കാരം മാത്രമേ ഉണ്ടാവുള്ളൂ. മത്തി വാങ്ങിയിട്ട് ശുദ്ധീകരിച്ചിട്ട് മത്തി എന്തിൽ വെക്കുക? omega-3 സമ്പുഷ്ടമാണ്. പക്ഷെ അത് എന്തിൽ വെക്കണം? ഈ കുക്കറിലിടരുത്. കുക്കറിലിട്ടാൽ ചത്തു. അതിൻ്റെ എല്ലാ വൈറ്റമിൻസും ചത്തു. നല്ല മൺപാത്രത്തിൽ മത്തി വാങ്ങി കറി വെച്ച് കഴിക്കുക. കറി വെക്കാൻ ഞാൻ പറയണമെന്നറിയോ? പിന്നെ പൊരിച്ചാൽ എന്താ വരുന്നറിയോ? അതിന് നമ്മൾ പുറത്തുനിന്ന് എണ്ണ കയറ്റും. മീനിനെ സംബന്ധിച്ചത് മീനിന് എണ്ണ കയറ്റേണ്ട ആവശ്യമില്ല. മീനിൽ ചൂടാകുമ്പോൾ മീനിൽ തന്നെ എന്തുണ്ട്? ഒരെണ്ണ ഉണ്ട്, അത് പുറത്തേക്ക് വരും. ആ മതി. നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു ഈ ചട്ടിപ്പാത്രത്തിൽ ചട്ടി. ഈ ചട്ടിയിൽ എന്ത് ചെയ്യുന്നറിയോ? ഈ ചട്ടിയിൽ വാഴൻ്റെ വെക്കും. അങ്ങനെ മനസ്സിലായില്ല? വാഴൻ്റെ വെച്ചിട്ട് ആ അങ്ങനെയൊക്കെ പിന്നെ ഭക്ഷണമാക്കുന്നൊരു സമ്പ്രദായമൊക്കെ ഉണ്ട്. ഇപ്പം ഈ ചട്ടിയിൽ ഇപ്പോൾ ഒരു നല്ല മത്തി, എന്താണ് അതിൻ്റെയൊക്കെ ഗുണം? ഇപ്പോൾ ഇഷ്ടം പോലെ ഇപ്പോൾ വഞ്ചിക്കാര മത്തി കിട്ടും. ഇപ്പോൾ കടപ്പുറത്ത് പോയ വഞ്ചിക്കാര മത്തി കിട്ടും. അതേപോലെ തന്നെ എന്താ പറയുക, ഈ കടൽഞണ്ട് കാൽസ്യത്തിന് സമൃദ്ധമാണ്. ഇപ്പോഴൊരു ഗുണമുണ്ട്. ഇപ്പോൾ ഏതാ മാസം? ഇത് കർക്കിടകം ചിങ്ങം മാസത്തിലുള്ള പ്രത്യേകത എന്തെന്നാൽ കടലേരിയയിൽ പോയിട്ട് അവിടുത്തെ പിന്നെ ഈ എന്താ പറയുക കക്ക, അതേപോലെ തന്നെ ഇത് എന്താ പറയുക ഞണ്ട്, അതൊക്കെ മനുഷ്യന് കാൽസ്യം കൊടുക്കും. അത് പുറത്തല്ല, അവിടെ തന്നെ പറ്റിപ്പിടിച്ചിട്ട് ഈ കടലിൻ്റെ അവസാന ഭാഗത്തുള്ള പാറയോടും കല്ലിനോടൊക്കെ കിടക്കും ഈ സാധനങ്ങൾ. കടൽഞണ്ട്. ഇപ്പോൾ കടൽഞണ്ടിന് നല്ല ഇറച്ചിയുള്ള സമയമാണ്. അതൊക്കെ പുറത്തെ വർത്താനാണ്. മനുഷ്യന് ഉപകാരമുള്ള ഒന്നത് കടൽഞണ്ടാണ്. അതിലെ ശവം പോലും തിന്നാന്ന് മുത്തുനബി പറഞ്ഞില്ലേ? കടൽഞണ്ടിന് ഒരു ഇഷ്ടം പോലെ ആരോഗ്യമുള്ള ഒരുപാട് സാധനം കടൽഞണ്ട്. ഞാൻ അതിനായിട്ട് പോകുന്ന ഇപ്പം ഈ ആഴ്ച ഞാനും മൂസക്കുട്ടി പോയിട്ട് നമ്മുടെ ഒരു ആളുണ്ട്, അവനെ കൊണ്ട് അത് വെപ്പിച്ച് കഴിച്ചു. ഫ്രഷ് സാധനം. അതുകൊണ്ട് ഈ ആഴ്ച എനിക്ക് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. കടൽഞണ്ട് വാങ്ങി കഴിക്കണവർ കഴിച്ചാൽ മതി. നീ മക്രുഹ അല്ലേ മറ്റേ അല്ലെന്ന് ചോദിച്ചോളൂ. എന്നോട് 10 വയ്ക്കാൻ വരരുത്. ഇത് കടലാണ്. കടലിന് എന്തും തിന്നാം. ഇത് കടലാണ്. മുത്തുനബി പറഞ്ഞ കടലാണ്. കടൽ എന്നാൽ ആരോഗ്യത്തിൻ്റെ കലവറയാണ് കടൽ. നിങ്ങൾ ഈ ലൊട്ടിലൊടുക്ക് വർത്താനങ്ങൾ പറഞ്ഞ് നടക്കരുത്. ചില കാലത്ത് ഞണ്ടിന് എന്തുണ്ടാവില്ല, ഞണ്ടിൻ്റെ ഉള്ളിൽ അതിൻ്റെ മാംസം ഉണ്ടാവില്ല. ഇപ്പോൾ നിറഞ്ഞ മാംസമുള്ള സമയമാണ് ഞണ്ടിന്. കടൽക്കരയിൽ പോയിട്ട് വാങ്ങിയാൽ നല്ലതാണ്. ഒന്ന് വില ഒരു പാകത്തിനുള്ള വില ഉണ്ടാവുള്ളൂ. ഞാൻ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് കടൽഞണ്ട് വാങ്ങിയിട്ട് എൻ്റെ ഒരു മോൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ഞാൻ അവളോട് തന്നെ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് കഴിക്ക്. കാരണം മുഖത്ത് ചെറിയ ഒരു വിളർച്ച. എന്താ ഇതിന് കാരണം? ഇന്നീ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ പറയുക, വിറ്റാമിൻ ഡിയുടെ അഭാവം ഉണ്ടാവും. വിറ്റാമിൻ ഡിയുടെ അഭാവത്തിന് കാരണം എന്താ? അവർ വെയിലുള്ളൂല. അവർ ഹോസ്റ്റലിൽ നിൽക്കും, AC റൂമിലിരുന്ന് പഠിക്കും. മനസ്സിലായില്ല? സ്കൂളിൽ അവർ കോളേജിൽ പഠിക്കുന്നവരാണ്. അവർക്ക് ക്ലാസ് റൂം എന്താണ്? AC ആണ്. പിന്നെ അങ്ങനത്തെ സംവിധാനം ഇവിടെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ബസ് കയറിയിട്ട് സ്ഥാപനത്തിൽ കോളേജിൽ പോയി ഇറങ്ങും. കോളേജിൽ AC, പിന്നെ വണ്ടി കയറി, പിന്നെ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും? റൂമിൽ കിടക്കും. അപ്പോൾ അവർക്ക് എന്തില്ല? വിറ്റാമിൻ ഡിയുടെ അഭാവം. അപ്പോൾ വിളർച്ച ഉണ്ടാവും. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. എന്ത്?
ഈ വിളർച്ച പരിഹരിക്കണം. അതിന് ഈ വിളർച്ച പരിഹരിക്കാൻ ഒരളവോളം എന്ത് മാത്രം ചെയ്താൽ മതി? മൺപാത്രങ്ങളിലുള്ള വേവിച്ച ഭക്ഷണം കഴിക്കുക. അതിലിഷ്ടം പോലെ മാഗ്നീഷ്യം ഉണ്ട്, അത് ഫോസ്ഫറസ് ഉണ്ട്, സൾഫർ ഉണ്ട്, അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്. സ്വാഭാവികമായി ഇതിനാൽ ഈ ധാതുക്കളാൽ സമ്പുഷ്ടമാണ് എന്ത്? കളിമൺ പാത്രം. അതിൽ വേവിച്ചാൽ തന്നെ മതി, ആ സാധനങ്ങൾ ഇതിലേക്ക് കയറും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല.